ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. കഴിഞ്ഞ ദിവസം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന T20 മത്സരത്തിൽ ഇന്ത്യ 20 ഓവറിൽ 283 റൺസാണ് അടിച്ചുകൂട്ടിയത്. നമുക്കറിയാം, തൊട്ട് മുമ്പ് നടന്ന മറ്റൊരു പരമ്പരയിൽ ബംഗ്ലാദേശുമായിട്ട് ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ 297 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ കുറിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ രണ്ട് മത്സരത്തിലും നമ്മളുടെ മലയാളി താരമായ സഞ്ജു സാംസൺ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ ആ വീഡിയോൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതിൽ ആ ഒരു സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര വലിയ സ്കോറുകൾ ഈ T20 മത്സരങ്ങളിൽ വരുന്നത്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാരണങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ഞാനിവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. ആ 5 കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ അത് കമൻ്റായിട്ട് കുറിക്കാവുന്നതുമാണ്. ഏതായാലും ഈ ഇത്ര വലിയ സ്കോറുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു സ്കോറുകളല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രാജുവലായിട്ട് പല കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ പല ദശാബ്ദങ്ങളിലൂടെ ക്രിക്കറ്റ് കടന്നു പോയപ്പോൾ ഇതുപോലെയുള്ള വലിയ സ്കോറുകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഗ്രൗണ്ടുകളുടെ സൈസാണ്. ഇപ്പം നമ്മൾ കളിക്കുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ പലതും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഗ്രൗണ്ടുകളിലാണ് നമ്മൾ കളിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. 55 മീറ്ററും 60 മീറ്ററും ഒക്കെയുള്ള ബൗണ്ടറികളാണ് പല ഗ്രൗണ്ടുകളിലും ഉള്ളത്. ചില ഗ്രൗണ്ടുകളിൽ മാത്രമാണ് 70 മീറ്റർ അല്ലെങ്കിൽ 72 മീറ്ററൊക്കെയുള്ള ബൗണ്ടറികൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 1985 ശേഷം അല്ലെങ്കിൽ 1990കളിലൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഓസ്ട്രേലിയൻ ഗ്രൗണ്ടുകളിൽ, ഇപ്പോൾ ബ്രിസ്ബെയിനും മെൽബണും പോലെയുള്ള ഗ്രൗണ്ടുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ ബൗണ്ടറികളായിരുന്നു. അവിടെ ഒരു സിക്സറുകൾ നേടുക അല്ലെങ്കിൽ ഒരു സിക്സ് അടിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. ഒരു സിക്സ് ഗാലറിയിൽ പോയി പതിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് ആരാധകരും കമന്റേറ്റർമാരും എല്ലാം അതിനെ ആഘോഷിച്ചിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ഗ്രൗണ്ടുകൾ വലുതാണ് എന്ന് ഞാൻ പറയാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഓസ്ട്രേലിയൻ ഗ്രൗണ്ടുകളിൽ പലപ്പോഴും ഈ ഏർലി മോർണിംഗ് ഒക്കെ എഴുന്നേറ്റ് നമ്മൾ കളി കാണുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 4 റൺസ് ഓടിയെടുക്കുന്ന കാഴ്ച. ബൗണ്ടറി ലൈനിലേക്ക് ബോൾ എത്തുന്നതിന് മുമ്പ് തന്നെ ബാറ്റർമാർ 4 റൺസ് ഓടിയെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു 4 റൺസ് ഓടിയെടുക്കുന്നത് കാണാനേ സാധിക്കുന്നില്ല. ഈവൻ ഓസ്ട്രേലിയൻ ഗ്രൗണ്ടുകളിൽ ആണെങ്കിൽ പോലും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ T20 പരമ്പര, അത് പ്രധാനപ്പെട്ട എല്ലാ ഗ്രൗണ്ടുകളിലും ആ മത്സരം നടന്നിരുന്നു. പക്ഷെ അവിടെയൊന്നും ഒരിക്കൽ പോലും ഒരു 4 റൺസ് ഓടിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബൗണ്ടറി ലൈൻ ചുരുങ്ങി വരുന്നു എന്നുള്ളതാണ്. ഒരു 60 മീറ്റർ അല്ലെങ്കിൽ 55 മീറ്റർ ഈ രീതിയിലേക്കൊക്കെ ബൗണ്ടറി ലൈൻ, ചില ബൗണ്ടറികളുണ്ട് എക്സെപ്ഷണൽ ആയിട്ട് 70 മീറ്ററൊക്കെ ഇടുന്ന ചില ബൗണ്ടറി ലൈനുകളുള്ള ഗ്രൗണ്ടുകളുണ്ട് എന്ന് ഞാൻ മറക്കുന്നില്ല. പക്ഷെ കൂടുതൽ ഗ്രൗണ്ടുകളും ഇതുപോലെ തന്നെ ചെറിയ ഗ്രൗണ്ടുകളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബാറ്റിന്റെയും ബോളിന്റെയും ക്വാളിറ്റിയിൽ, രണ്ടാമത്തെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ബാറ്റിന്റെയും ബോളിന്റെയും ക്വാളിറ്റിയിൽ വന്ന വ്യത്യാസമാണ്. ബാറ്റിന്റെയും ബോളിന്റെയും ക്വാളിറ്റിയിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ റെഡ് ബോളിലായിരുന്നു ക്രിക്കറ്റ് മുഴുവനായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അത് വൈറ്റ് ബോളിലേക്ക് മാറിയത് ഒരു 85 ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1983 ലോകകപ്പും 87 ലോകകപ്പും വരെ നടന്നത് ഈ റെഡ് ബോളിൽ തന്നെയായിരുന്നു. പക്ഷേ 85 ഓസ്ട്രേലിയയിൽ നടന്ന ഒരു ടൂർണമെന്റ്, അതിൽ രവിശാസ്ത്രിക്ക് ഒരു ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു കാറൊക്കെ ലഭിക്കുന്ന ഒരു ടൂർണമെന്റ് ഉണ്ട്. ആ ഒരു ടൂർണമെന്റിലാണ് വൈറ്റ് ബോൾ ആദ്യമായിട്ട്, അതിനു മുമ്പ് ഈ പാക്കർ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു, അവിടെയാണ് ആദ്യമായിട്ട് വൈറ്റ് ബോൾ ഉപയോഗിച്ചത്. വൈറ്റ് ബോളുകളും കളർ ഡ്രസ്സുകളും ഒക്കെ ആയിട്ട് ക്രിക്കറ്റ് മാറിയ ഒരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, റെഡ് ബോളിന്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ബോളിന്റെയും ബാറ്റിന്റെയും ഒക്കെ ക്വാളിറ്റി വളരെ ഒരു മോശമായിരുന്നു. അല്ലെങ്കിൽ ഇത്രത്തോളം നല്ല ക്വാളിറ്റിയുള്ള ബാറ്റുകളും ബോളുകളും അല്ല ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നെന്ന് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കാണുന്ന ബാറ്റും അതുപോലെ തന്നെ ഗ്ലൗവും ഒക്കെ ഏകദേശം ഒരു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് അല്ലെങ്കിൽ 1950കളുടെ തുടക്കത്തിലുള്ള ബാറ്റും ഗ്ലൗവും ഒക്കെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബാറ്റിലും ഈ ബാറ്റിന്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു സൈസ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ തിക്നെസ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ കാലഘട്ടത്തിലെ ബാറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഗ്ലൗ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വെറും മുള്ളു പോലെ, റബ്ബറിന്റെ മുള്ളു പോലെയുള്ള ഒരു ഗ്ലൗ ആണ്.
അതിലൊക്കെ വന്ന് ബോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും കൈ ഒടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇത്രയും നല്ല ബാറ്റിംഗ് ഗ്ലൗവുകളെല്ലാം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബാറ്റിന്റെ ക്വാളിറ്റിയും ഈ കാലത്തിൽ ഉണ്ടായിരുന്ന ബാറ്റിന്റെ ക്വാളിറ്റിയും ഞാനിവിടെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. നിങ്ങൾക്ക് അത് കാണാൻ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് എക്സലന്റ് ആയിട്ടുള്ള വുഡാണ് ഇപ്പോൾ ഈ ബാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വില്ലോ എന്ന് പറയുന്ന വുഡ് തന്നെയാണ് മാക്സിമം ഉപയോഗിക്കുന്നത്. കാശ്മീർ വില്ലോ ഉണ്ടെങ്കിലും ക്വാളിറ്റിയുള്ള ബാറ്റുകളെല്ലാം തന്നെ ഇംഗ്ലീഷ് വില്ലോ എന്ന് പറയുന്ന ആ ഒരു മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ബാറ്റുകളാണ് ഈ ഇന്റർനാഷണൽ താരങ്ങൾക്ക് വേണ്ടി അവർ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വിരാട് കോഹ്ലിയെ പോലെ അല്ലെങ്കിൽ രോഹിത് ശർമ്മയെ പോലെയുള്ള താരങ്ങൾക്കെല്ലാം അവർ പറയുന്ന സ്പെസിഫിക്കേഷനിൽ, അതായത് അവർ പറയുന്ന ഒരു വെയിറ്റ്, അവർ പറയുന്ന ഒരു ഷേപ്പ്, അങ്ങനെയുള്ള രീതിയിലാണ്. പക്ഷെ ഇതിനൊരു വിട്ടും ലെങ്ത്തും ഒക്കെ ഉണ്ട്, അത് ഒരു കൃത്യമായിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ വെയിറ്റും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്ന ഒരു സ്പെസിഫിക്കേഷനിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രത്തോളം ക്വാളിറ്റി ബാറ്റിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കൂടിയ ബാറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന ബാറ്റുകൾ 1 ലക്ഷം രൂപ തൊട്ടിട്ട് ഒരു 1.5 ലക്ഷം രൂപ വരെയുള്ള എക്സലന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ബാറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബോളിൽ വന്നിരിക്കുന്ന വ്യത്യാസം, ബോളിൽ നമുക്കറിയാം ഈ റെഡ് ബോൾ ക്രിക്കറ്റ് ഈവൻ ഒരു 80s-ലും 90s-ലും ഒക്കെ കളിച്ചിരിക്കുന്ന ബോളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ ഉള്ള ഈ വൈറ്റ് ബോളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എയറിൽ സഞ്ചരിക്കുന്ന ദൂരം കൂടുതലാണ്. അതിന് പറയുന്നത് ഈ ലാക്കർ എന്ന് പറയുന്ന ഒരു പെയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എയറിൽ ട്രാവൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പിങ്ക് ബോളും അതുപോലെ തന്നെയാണ്. പക്ഷേ റെഡ് ബോളിന് ആ കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ട്രാവൽ ചെയ്യുന്ന ദൂരം കുറവായിരിക്കും വൈറ്റ് ബോളുകളെ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് പല അടികളും ഈ സ്റ്റേഡിയത്തിന് മുകളിലൂടെയൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നത്. ഏതായാലും ബോളുകളെ പറ്റിയുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബാറ്റിൻ്റെയും ബോളിൻ്റെയും ഒക്കെ ക്വാളിറ്റിയിൽ വന്ന വ്യത്യാസമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പവർ പ്ലേയിൽ വന്ന വ്യത്യാസമാണ്. പവർ പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഏകദിന മത്സരങ്ങൾ 60 ഓവറായിരുന്ന കാലഘട്ടത്തിലൊന്നും ഈ പവർ പ്ലേ എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള പവർ പ്ലേ നമ്മൾ കാണുന്ന ഒരു 90s-ൻ്റെ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 15 ഓവറിൽ 2 ഫീൽഡർമാർ മാത്രമേ 30-യാർഡ് സർക്കിളിന് പുറത്ത് നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു നിയമം എന്ന് പറയുന്നത് ഏകദിന ക്രിക്കറ്റിൽ. അന്ന് T20 ക്രിക്കറ്റ് ഇല്ല. പിന്നീട് ആ പവർ പ്ലേ നിയമങ്ങൾ മാറുകയും ആദ്യ 10 ഓവറിൽ 2 താരങ്ങൾ മാത്രം ഈ 30-യാർഡ് സർക്കിളിന് പുറത്ത് നിൽക്കുകയും പിന്നെ 11-ാമത്തെ ഓവർ തൊട്ടിട്ട് 40-ാമത്തെ ഓവർ വരെ 4 താരങ്ങൾ മാത്രം പുറത്തു നിൽക്കുകയും പിന്നീട് ഈ 40-ാമത്തെ ഓവർ തൊട്ട് 50-ാമത്തെ ഓവർ വരെ 5 താരങ്ങൾ ഈ 30-യാർഡ് സർക്കിളിന് പുറത്ത് ഫീൽഡ് ചെയ്യുക, അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം മാറി 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 വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഈ 30-യാർഡ് സർക്കിളിന് മുകളിലൂടെ അടിച്ച് റൺസ് നേടുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്ന ഒരു കാഴ്ച കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പവർ പ്ലേയിൽ വന്നിരിക്കുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾക്കൊരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ടൈം ഉണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇത്ര ഓവറുകൾ, ഇപ്പോൾ 20 ഓവറാണെങ്കിൽ 20-20 ആണെങ്കിൽ 20 ഓവർ എറിയണം, അല്ലെങ്കിൽ ഏകദിന മത്സരങ്ങളാണെങ്കിൽ ഓവർ എറിയണം. അങ്ങനെ എറിയാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ഒരു T20 മത്സരത്തിലാണെങ്കിൽ 19 ഓവർ കഴിയുമ്പോഴേക്കും ആ സമയത്തിനുള്ളിൽ നമ്മൾ എറിഞ്ഞില്ലെങ്കിൽ ഈ 5 ഫീൽഡർമാരെ 30-യാർഡ് സർക്കിളിന് പുറത്ത് നിർത്താം എന്നുള്ളതിൽ നിന്ന് ഒരാളെയും കൂടെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഓവർ എറിയുമ്പോൾ 4 ഫീൽഡർ മാത്രമാണ് പുറത്തുള്ളതെങ്കിൽ വീണ്ടും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഫീൽഡിംഗ് ടീമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബൗളറിനെ സംബന്ധിച്ചിടത്തോളം. അതും ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ബാറ്റിംഗ് ട്രാക്കുകൾ, എക്സലന്റ് ആയിട്ടുള്ള പിച്ചുകളാണ് ഈ കാലഘട്ടത്തിൽ ഒരുക്കുന്നത്. ഇപ്പോൾ IPL പോലെയുള്ള മത്സരങ്ങളിലൊക്കെ ഒരുക്കുന്ന പിച്ചുകൾ എന്ന് പറയുന്നത് ഈ കണ്ണാടി പോലെയുള്ള വിക്കറ്റുകളാണ്. എങ്ങനെ വേണമെങ്കിൽ ബാറ്റർക്ക് ഒരു ബൗളറെ പ്രഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പിച്ചുകളാണ് ഒരുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഇനി ഇതിൽ ഒരു 4ാമത്തെ കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ആരാധകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ കളി കാണാൻ എത്തുന്ന ആരാധകർ, അത് TV-യിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലായിക്കോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആഹ്ലാദം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എൻജോയ്മെന്റ് കിട്ടുന്നത് ഈ സിക്സറുകളും ബൗണ്ടറികളും അടിക്കുന്നത് കാണുമ്പോഴാണ്, അല്ലാതെ വിക്കറ്റുകൾ പോകുന്നത് കാണുമ്പോഴല്ല. അത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ക്രിക്കറ്റിനെ ഭയങ്കരമായി സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ബൗളിങ്ങിനെ സ്നേഹിക്കുന്ന, ഫാസ്റ്റ് ബൗളിങ്ങിനെ സ്നേഹിക്കുന്ന, സ്പിന്നിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിക്കറ്റ് പോകുന്നതും, അല്ലെങ്കിൽ ഒരു സ്പോർട്ടിംഗ് ആയിട്ടുള്ള വിക്കറ്റ്, എല്ലാ ബൗളർമാരെയും ബാറ്റർമാരെയും ഒക്കെ ഒരുപോലെ സഹായിക്കുന്ന വിക്കറ്റുകൾക്കാണ് സ്പോർട്ടിംഗ് വിക്കറ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിക്കറ്റുകളിലുള്ള മത്സരങ്ങളെല്ലാം അവരിഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ഒരു 75% ആളുകളും ഇതുപോലെ തന്നെ കളി കാണാൻ എത്തുന്നത്, അല്ലെങ്കിൽ TV-യിൽ
കളി കാണുന്നത് സിക്സറുകളും ബൗണ്ടറികളും കൂടുതൽ നേടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പിച്ചുകൾ, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, പവർ പ്ലേ റൂളുകൾ, ഇതെല്ലാമാണ് ഈ ICC അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രിക്കറ്റ് ഭരണ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ആരാധകരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ എക്സൈറ്റ്മെന്റിന്റെ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് ബ്രോഡ്കാസ്റ്റേഴ്സിന് വലിയ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ TV-ൽ കളി കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ കളി കാണാനായിട്ട് കൂടുതൽ ആളുകളെ ലഭിക്കുന്നത് ഇങ്ങനെയുള്ള മാച്ചുകളിൽ, ഹൈ സ്കോറിംഗ് മാച്ചുകളിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവർക്ക് കൂടുതൽ ആളുകളെ കാണാനായിട്ട് ലഭിക്കുമ്പോഴാണ് കൂടുതൽ സ്പോൺസർമാർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്പോൺസർമാരിൽ നിന്ന് ലഭിക്കുന്ന പൈസയാണ് ഈ ബ്രോഡ്കാസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. അപ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സിന് ലഭിക്കുന്ന പൈസയാണ് ഈ ഭരണ സംവിധാനങ്ങളായ ICC, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മാനസികാവസ്ഥയിൽ, ഒരു മെന്റൽ കണ്ടീഷനിങ്ങിൽ വന്നിട്ടുള്ള ഒരു വലിയ വ്യത്യാസമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കുന്നത് വരെ, അവരതിൻ്റെ മുകളിൽ എത്തുന്നത് വരെ, എവറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയാണ്, ആർക്കും അതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ലോക ജനത വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ഫൈൻ മോർണിംഗ് ടെൻസിങ്ങും ഹിലാരിയും അതിൻ്റെ മുകളിൽ എത്തിയതോടുകൂടി പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആഴ്ചയിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് എവറസ്റ്റിൻ്റെ മുകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് സാധിക്കില്ല എന്ന് മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു പ്രാവശ്യം ആരെങ്കിലും അത് എത്തിപ്പിടിക്കുകയാണെങ്കിൽ അത് പിന്നീട് ഒരുപാട് ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ആവുകയും അവർക്ക് മാനസികമായിട്ട് എനിക്കും ഇത് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം വരികയും അവർ അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഞാൻ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ആദ്യ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ 1970-കളിലും 80-കളിലും ഒക്കെ ഈ ഏകദിന മത്സരങ്ങൾ ആരംഭിച്ച കാലഘട്ടത്തിൽ ഒരു 250 റൺസ്, അത് 60 ഓവറിലാണെങ്കിലും 50 ഓവറിലാണെങ്കിലും 250 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറായിട്ടാണ് ഏകദിന മത്സരങ്ങളിൽ കണക്കാക്കിയിരുന്നത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ 300 എന്ന് പറയുന്ന ഒരു വലിയ സ്കോറായി. 300 എത്തിക്കഴിഞ്ഞാൽ അത് ചേസ് ചെയ്യുക എന്നുള്ളത് ഒട്ടും ഈസി അല്ലാത്ത ഒരു കാലഘട്ടം വന്നു. വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്കോർ 300 എന്നുള്ള സ്ഥലത്ത് നിന്ന് ഏകദിന മത്സരങ്ങളിൽ 350 എന്ന ലെവലിലേക്ക് എത്തി. ഈ 350 എന്ന് പറയുന്ന സ്കോർ പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 400 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2023 ഏകദിന ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ നമുക്കറിയാം എത്ര ടീമുകളാണ് 400 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിച്ചേർന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 50 ഓവറുകളിൽ 400 റൺസ് നേടുക എന്നുള്ളത് ഇപ്പോൾ ഒട്ടും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാതായി മാറിയിരിക്കുകയാണ്. 2020-യുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 150 റൺസ് എന്ന് പറയുന്നത് ഒരു വിന്നിംഗ് ടോട്ടലായിരുന്നു. പക്ഷെ പിന്നീട് 200 റൺസ്, 200 അടിച്ചു കഴിഞ്ഞാൽ ജയിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ആളുകളുടെ അല്ലെങ്കിൽ താരങ്ങളുടെ മാനസികാവസ്ഥ മാറി എന്നുള്ളതാണ്. പിന്നീട് 200, 250 വഴിമാറി എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും 250 റൺസ് 20 ഓവർ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ IPL ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പല മത്സരങ്ങളും 250 മുകളിൽ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അടുത്ത ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ പല ടീമുകളും, ഇപ്പോൾ ഇന്ത്യ തന്നെ 2 മത്സരങ്ങളിൽ അടുപ്പിച്ച് 300-ന് അടുത്ത് എത്തിയിരിക്കുന്നു. അതായത് 120 ബോളുകളിലാണ് ഈ 300 റൺസിന് അടുത്ത് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ 283 റൺസ് നേടി. ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ 297 റൺസാണ് ഇന്ത്യ നേടിയത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ടീം ഇതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ മറ്റു ടീമുകൾക്കും ആ മാനസികമായിട്ട് ഞങ്ങൾക്കും അവിടേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും അതൊരു മാനസികമായ അവസ്ഥയാണ്. ഡെഫിനറ്റായിട്ടും അത് പല ടീമുകളും ഇനി 300 റൺസ് സ്കോർ ചെയ്യുകയും മറ്റേ ടീം 300 റൺസ് ചേസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇനി 20 ഓവർ ക്രിക്കറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ എന്തുകൊണ്ടാണ് ക്രിക്കറ്റിൽ ഇത്ര ഒരു റൺസ് വരാനുള്ള കാരണം എന്നുള്ളതിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. എൻ്റെ മനസ്സിൽ തോന്നിയ 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റിയുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.